ഹായ് ഗായ്സ്, ഒരു യമ്മി പ്രോൺസ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. സോ അതിന് വേണ്ടിയിട്ട് പ്രോൺസിൽ നമുക്ക് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി, ടേമറിക്, പെപ്പർ, സോൾട്ട് ആൻഡ് ഒരു സ്ക്വീസ് ഓഫ് ലെമണും കൂടി മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഹാഫ് ആൻ അവർ റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ചൂട് വെളിച്ചെണ്ണയിലോട്ട് ഈ പ്രോൺസ് മാരിനേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ല പോലെ മുരിയിപ്പിക്കുക. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കും പ്രോൺസ് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ആദ്യം ഇറങ്ങും. അത് കഴിയുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. സോ ഇത് നല്ല പോലെ മുരിഞ്ഞ് നല്ല വറുത്ത പ്രോൺസ് നമുക്ക് സെറ്റാക്കി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെയിം വെളിച്ചെണ്ണ തന്നെയാണ്, ഇത് പൊരിച്ചിട്ടുള്ള സെയിം വെളിച്ചെണ്ണയാണ് നമ്മൾ ചട്ടിയിലോട്ട് മാറ്റേണ്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും അതിലുണ്ടാവും. സോ ഇതിലോട്ടാണ് നമ്മൾ സവാള വഴറ്റേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 kg പ്രോൺസ് ആണ്. ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ള വെയിറ്റാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിലോട്ട് ഞാൻ 3 ഓണിയൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്, 3 സവാള, പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്തു. ആൻഡ് ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയിട്ട് ഒരു തക്കാളിയും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 11 to 12 ബൾബ്സ് ഓഫ് ഷാലറ്റ്സ്, കുഞ്ഞുള്ളി, പിന്നെ നമ്മളെ വറ്റൽമുളക് പറയില്ലേ, അത് 2 എണ്ണം കൈകൊണ്ട് പൊട്ടിച്ചത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ഫുൾ ജിഞ്ചറും ഒരു ഫുൾ ഗാർലിക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഒരു മീഡിയം സൈസാണ് കേട്ടോ. അതിലോട്ട് ഞാൻ ഉപ്പും മഞ്ഞളും പിന്നെ കാശ്മീരി റെഡ് ചില്ലിയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ വാളൻപുളി എന്നല്ലേ പറയുക, എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മുടെ അവിടെ ഇതിനെ വാളൻപുളി, കുടപ്പുളി എന്നൊക്കെ പറയും. സോ ഈ കുടംപുളി വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത് വെച്ചാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ മൊത്തത്തിൽ ഇതിലോട്ട് ഇടുകയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി ക്രഷ്ഡ് പെപ്പർ ഇടണം, അതിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. സെർവ് ഹോട്ട്. നല്ല യമ്മി പ്രോൺസ് റോസ്റ്റ് റെഡിയാണ്.